പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലേക്ക്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഇടത് യൂണിയൻ. കേരളത്തിന് തിലകം ചാർത്തിയ പെൻഷൻ പറ്റിയ ജീവനക്കാരെ കലാമണ്ഡലം ജീവനക്കാരെ പെൻഷൻ. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് അധ്യാപകർ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 9ാമത് ദിനമായ തിങ്കളാഴ്ച കലാമണ്ഡലം യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഇടത് യൂണിയൻ പ്രകടനമായി സമരപന്തലിലെത്തി. യൂണിയൻ സെക്രട്ടറി കലാമണ്ഡലം ഹരിനാരായണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിൽ യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, മൃദംഗത്തിൽ കലാമണ്ഡലം P. കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യത്തനിയാവർത്തനത്തോടെ തുടക്കം കുറിച്ചു. ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ യൂണിയൻ ജനറൽ സെക്രട്ടറി കലാമണ്ഡലം S. ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ചിറ്റമ്മ ചരിതം, ഹാസ്യ ഓട്ടംതുള്ളൽ അരങ്ങേറി. കലാമണ്ഡലം സ്ഥാപകർ കേട്ടുള്ള മഹാകവി നാരായണാഖ്യൻ വെള്ളത്തോർ വിളികൊണ്ടവൾ തല്ലി പദപതിനവ സ്ത്രീ ചെയ്തിടുന്നേ. പിന്നണിയിൽ ഡോക്ടർ KK സുന്ദരേശൻ, OK അംബിക, പയ്യന്നൂർ ജഗദീഷ്, വയല രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓരോ ദിവസങ്ങളിലും പന്തലിൽ വേറിട്ട കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. അതിദ്രുതകാലത്തിലേക്കും കടക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ എടുക്കുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ UGC കൈപ്പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ കോളേജുകളിൽ നിന്നും പ്രൈവറ്റ് കോളേജുകളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരും ഞങ്ങളുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തുടർന്നുള്ള ദിനങ്ങളിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 12:30 മണിക്ക് കലാമണ്ഡലത്തിലെ എംപ്ലോയീസ് യൂണിയന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് അതിന്റെ സെക്രട്ടറി ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സമരത്തിന് പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമര വോളണ്ടിയർമാർ പൂർണ്ണ ആവേശത്തിലാണ്. ന്യൂസ് ഡെസ്ക് CCV.